എന്താ സ്വാമി ഇത്? എത്രയോ വർഷമായി നിങ്ങളുടെ കടയിൽ നിന്ന് തന്നെയല്ലേ ഞാൻ സാധനം വാങ്ങുന്നത്. ഡോർ ഡെലിവറി ചോദിച്ചാ പറ്റില്ല എന്ന് പറയും. ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി, പയ്യൻ ബിസിയാണ്. ഇതാ കണ്ടില്ലേ? ആരിവനോ? കണ്ടു. അതല്ല, മാഡം വിളിച്ചപ്പോൾ ഇവൻ ബിസി ആയിരുന്നതാ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, 500 രൂപയ്ക്ക് താഴെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡോർ ഡെലിവറി ബുദ്ധിമുട്ടാണ്. എനിക്ക് മുട്ടുവേദന ആയതുകൊണ്ടാ ചോദിച്ചേ. എനിക്കുണ്ട് മുട്ടുവേദന. 8 വർഷമായിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതാ പിടി. ദാ ഈ ബില്ലൂടെ കൊണ്ടുപോ. വിജി, ഞാൻ ഇറങ്ങട്ടെ മോളെ. ശരി ആൻറ്റി, അതെടുത്ത് മാറ്റാലോ. ഹലോ ഹലോ, ഡി ബ്ലോക്കിൽ നിന്ന് രൂപയെ വിളിക്കുന്നത്. പറയൂ മാഡം. എനിക്കൊരു ബോട്ടിൽ ഹാർപ്പിക്ക് വേണം. റെഡോ ബ്ലൂവോ മാഡം? എന്താ അതിന്റെ വ്യത്യാസം? അബ്ബാസ് റെഡ് കളർ പാന്റ് ഇട്ട് വന്നാൽ തറ ക്ലീൻ ചെയ്യുന്നതിന്, ബ്ലൂ പാന്റ് ഇട്ട് വന്നാൽ ബാക്കിയുള്ളതിന്. ഒരു red കൊടുത്തു. ഉടനെ കൊടുത്തുവിടാം മാഡം, ഉടനെ. അറിയാലോ. 4C അല്ലേ? ശരി, കൊടുത്തുവിടാം. ഓക്കെ. നിങ്ങൾ തന്നെ കൊണ്ടുപോവോ അതോ അബ്ബാസിന്റെ കയ്യിൽ കൊടുത്തു വിടുവോ? ഇല്ല മാഡം, രൂപ മാഡത്തിന് പല്ലുവേദന, അതാ. അറിയാം, അവര് പാർലറിൽ പോയപ്പോ കണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞതാ. കണ്ടിരുന്നല്ലേ? പണ്ടൊക്കെ കല്യാണത്തിന് മാത്രമേ ബ്യൂട്ടി പാർലറിൽ പോവുള്ളൂ. ഇപ്പൊ പല്ലുവേദന വന്നാലും ബ്യൂട്ടി പാർലറിൽ പോകും. കാലം പോയപ്പോ ഓക്കെ. GST വന്നപ്പോ മുട്ടുവേദനയും കൂടി. ദാ കവർ. വേണ്ട, പ്ലാസ്റ്റിക് ഉപേക്ഷിക്കണം. താങ്ക്സ് മാഡം. ഡാ, വേണോന്ന് വെച്ച് പഠിക്കടാ. വീഡിയോ ഗെയിംസിൽ ഇതിലും വലിയ ഇൻട്രസ്റ്റ് കാണുന്നുണ്ടല്ലോ. അമ്മ, ഇത് വലിയ ബോറാണമ്മേ. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഞാൻ എന്തിനു കണ്ടുപിടിക്കണം? എന്റെ ഹൈറ്റ് പോലും എനിക്കറിയില്ല. ഇതെനിക്കും അറിയില്ല, പക്ഷെ ഇതൊക്കെ പഠിച്ചാൽ വലിയ ജോലി കിട്ടും. അവിടെ പോയി സുഖമായിരുന്ന് വീഡിയോ ഗെയിം കളിക്കാമല്ലോ. അത് തന്നെയല്ലേ ഞാൻ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. ഡേ, കൂടുതൽ വർത്താനം പറയാതെ സ്കൂൾ ഡയറി കാണിച്ചേ. അത് ഞാൻ സ്കൂളിൽ വെച്ചിട്ട് വന്നു. അതെന്താ അങ്ങനെ? ശരി, ഈ മാത്സ് കഴിഞ്ഞിട്ട് ഫിസിക്സ് പഠിക്കാം. ഹലോ, എത്ര നേരം? മലയാളത്തിന് ഒന്ന് അമർത്താൻ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നോ? എന്ത്? ഡേറ്റ് ഓഫ് ബർത്തോ? അതെന്തിനാ നിങ്ങൾക്ക്? ശരി, എഴുതിക്കോ. നവംബർ 12, ചിത്ര നക്ഷത്രം, കന്നി രാശി, ജട്ടി സൈസ് 85, ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ്. മതിയോ? പിന്നെ വാങ്ങി 3 മാസത്തിനകം സൗണ്ട് പോയിട്ട് ആര് സംസാരിച്ചാലും ഊമകൾ സംസാരിക്കുന്ന പോലെ കാണുന്നത്. എന്നോട് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആളില്ല, അയാളുടെ പേര് അശോക്. അയാളോട് എന്നെ വിളിക്കാൻ പറ. അശോക് ലീവാണോ? ഞാൻ ഓണർക്ക് മെയിൽ അയച്ചോളാം. അയാൾ കൊറിയയിലാണെങ്കിലും കോയമ്പത്തൂരാണെങ്കിലും എനിക്കെന്താ? ഇനി നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ വെച്ച് കാണാം. നിങ്ങൾക്ക് ഈ പ്രശ്നം എന്താണെന്ന് പോലും അറിയില്ലല്ലോ. എന്ത് പ്രശ്നമെന്നോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ ഇടയ്ക്കറി പറയുന്നത് എന്തിനാ? എനിക്ക് TV മെക്കാനിക്കിനെ വേണ്ട. ഐ വോണ്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ. അയാള് ഭയന്നു പോയി. അതെ, നിങ്ങൾ വരട്ടെന്ന് കണ്ടപ്പോ ഞങ്ങളെ ഭയന്നു. ഞാൻ 3 മാസമായിട്ട് അവരോട് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്ക് തമാശയാണല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഹണിമൂൺ ഊട്ടി പോയത് ഓർമ്മയില്ലേ? ഉണ്ട്. അന്ന് റൂമിലെ TV കേടായപ്പോ നിങ്ങൾ ഇതുപോലെ വിളിച്ച് വഴക്കുണ്ടാക്കിയില്ലേ? ആ TV മെക്കാനിക്ക് രാത്രി 9 മണിക്ക് റൂമിൽ വന്നു. അന്ന് അവനെ അകത്ത് കയറ്റാതെ നിങ്ങൾ എന്ത് വരട്ടെ. എന്ത് പറയാനാ? അന്ന് നീ പുതിയത്, TV പഴയത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണല്ലേ? നീ എന്നെ അടിക്കാറായോ?